നമസ്കാരം, ഭാരത ലെവലിലേക്ക് സ്വാഗതം. വോട്ടിംഗ് യന്ത്രത്തിൽ കെ പ്രേമചന്ദ്രൻ എംപിയുടെ ചിഹ്നത്തിന് തെളിച്ചമില്ലെന്ന് കാണിച്ച് UDF കളക്ടർക്ക് പരാതി നൽകി. ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രത്തിൽ കൊല്ലത്തെ UDF സ്ഥാനാർത്ഥി കെ പ്രേമചന്ദ്രൻ എംപിയുടെ ചിഹ്നം പതിച്ചത് ചെറുതായിട്ടാണെന്നാണ് പരാതി. മറ്റു മുന്നണി സ്ഥാനാർത്ഥികളെ സഹായിക്കാനാണ് ഇത്തരമൊരു നീക്കമെന്ന് ആരോപിച്ചാണ് UDF ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസറായ കളക്ടർക്ക് പരാതി നൽകിയത്. കെ പ്രേമചന്ദ്രന്റെ ചിഹ്നമായ മൺവെട്ടിയും മൺകോരിയും വോട്ടിംഗ് യന്ത്രത്തിൽ കൃത്യമായ വലുപ്പത്തിലും തെളിച്ചത്തിലുമല്ല പതിപ്പിച്ചതെന്നായിരുന്നു UDFന്റെ പരാതി. എതിർ സ്ഥാനാർത്ഥികളുടെ ചിഹ്നവുമായി താരതമ്യം ചെയ്തപ്പോഴാണ് ഇക്കാര്യം പ്രതിനിധികളുടെ ശ്രദ്ധയിൽപ്പെട്ടത്. ഇതോടെ പ്രവർത്തകർ പ്രതിഷേധിച്ചു. മറ്റ് സ്ഥാനാർത്ഥികളുടെ ചിഹ്നം കടുകട്ടിയിൽ രേഖപ്പെടുത്തിയപ്പോൾ മൺവെട്ടിക്കും മൺകോരിക്കും കട്ടി പോരെന്നാണ് UDFന്റെ പരാതി. സംഭവത്തെക്കുറിച്ച് അന്വേഷിക്കാൻ അസിസ്റ്റന്റ് റിട്ടേണിംഗ് ഓഫീസറെ കളക്ടർ ചുമതല ഏർപ്പെടുത്തിയിട്ടുണ്ട്. തിരുവനന്തപുരത്തെ സർക്കാർ പ്രസിൽ അച്ചടിച്ച ചിഹ്നത്തെക്കുറിച്ചുള്ള പരാതിയിൽ കഴമ്പുണ്ടെങ്കിൽ ഞായറാഴ്ചയ്ക്കുള്ളിൽ പരിഹരിക്കാമെന്ന് അറിയിച്ചിട്ടുമുണ്ട്. അതേസമയം രാജ്യത്ത് തിരഞ്ഞെടുപ്പിനായി ഉപയോഗിക്കുന്ന വോട്ടിംഗ് മെഷീനുകളുടെ സുരക്ഷിതത്വവും സുതാര്യതയും വ്യക്തമാക്കുന്ന അധ്യാപകനും വള്ളിക്കുന്നം സ്വദേശിയുമായ ഡോക്ടർ പ്രേംലാലിന്റെ പോസ്റ്റ് സോഷ്യൽ മീഡിയയിൽ വൈറലാവുകയാണ്. എന്തുകൊണ്ടാണ് ഇന്ത്യയിൽ വോട്ടിംഗ് മെഷീൻ ഉപയോഗിക്കുന്നത് എന്നാണ് ഈ പോസ്റ്റിൽ പറയുന്നത്. പേപ്പർ ബാലറ്റുകളേക്കാൾ സുരക്ഷിതം EVMകളാണെന്നാണ് അദ്ദേഹം സാക്ഷ്യപ്പെടുത്തുന്നത്. പേപ്പർ ബാലറ്റുകൾ ഉപയോഗിക്കുമ്പോൾ വോട്ട് അസാധുവാകാൻ ഉൾപ്പെടെയുള്ള സാധ്യതകളുണ്ട്. ചില രാജ്യങ്ങളിൽ പേപ്പർ ബാലറ്റ് ഉപയോഗിക്കുന്നത് സുരക്ഷിതമായതുകൊണ്ടല്ല, മറിച്ച് പരമ്പരാഗത രീതികൾ കാത്തുസൂക്ഷിക്കുന്നതിന് വേണ്ടിയാണെന്നും അദ്ദേഹം പറയുന്നു.